الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسنصليه نارا وكان ذلك على الله يسيرا. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഖുർആൻ പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം അല്ലാഹു ആദരിച്ച ഒരു ജീവിയാണ് മനുഷ്യൻ. പരസ്പരം കാണുമ്പോൾ നേർക്ക് നേരെ കണ്ടുമുട്ടുന്നവനാണ്. വജ്ഹ്, അതാണ് മുഖം എന്ന് പറഞ്ഞത്. രണ്ട് നായ്ക്കൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പോത്തുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മുഖം കീഴ്പ്പെട്ടായിരിക്കും, ഇങ്ങനെയാണ് കാണുക. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, നേർക്ക് നേരെ മനുഷ്യനെ കണ്ട് ആദരവോടു കൂടിയുള്ള ഒരു വ്യക്തിപ്രഭാവത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യനെ എന്ന്. അതാണ് പറഞ്ഞ അഹ്സന തഖ്വീം, ഏറ്റവും നല്ല രൂപത്തിൽ. ഖുർആനിൽ പറയുന്നുണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടി, ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ തീൻ, ഞാൻ മണ്ണ് ഉപയോഗിച്ചൊരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. ഫൈദാ സവൈതുഹു വനഫഖ്തു ഫീഹി റൂഹി വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. മലക്കുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു പറഞ്ഞത്, ഞാൻ ഇതില് റൂഹ് കൊടുത്താൽ നിങ്ങൾ എല്ലാവരും സുജൂദ് ചെയ്യണം എന്ന്. ഫസജദൽ മലായികത്തു കുല്ലുഹും, എല്ലാ മലക്കുകളും സുജൂദ് ചെയ്തു. അത് മനുഷ്യന്റെ ഒരു അംഗീകാരമാണ്. കാരണം മനുഷ്യൻ ഇവിടെ വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞവരാണ് അവരൊക്കെ. അങ്ങനെ അറിവ് കൊടുത്ത് എല്ലാം നൽകി അന്തസ്സുള്ളവനാക്കിയിട്ട് അതതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തിയപ്പോ അല്ലാഹു മലക്കുകളെ കൊണ്ട് അംഗീകരിപ്പിച്ചു മനുഷ്യന്റെ മാന്യത. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവന് വലിയ പവിത്രതയുണ്ട്. ഒരു കാരണവശാലും മറ്റൊരു മനുഷ്യന്റെ ജീവൻ ഹോമിക്കപ്പെടാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു മനുഷ്യനും അക്രമമായിട്ട് കൊല്ലപ്പെടുകയോ അംഗവിച്ഛേദം ചെയ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ല എന്നതാണ്. ഇസ്ലാമിലെ ശിക്ഷാമുറകൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്നഫ്സു ബിൻ നഫ്സ് വൽ ഐനു ബിൽ ഐൻ വസ്സിന്നു ബിസ്സിൻ, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പല്ലിന് പല്ല് പ്രതികാരം, കണ്ണിന് കണ്ണ്, ശരീരത്തിന് ശരീരം, അതിലൊക്കെ ഖിസാസ് വേണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഒരു നിലക്കും ദ്രോഹിക്കാൻ പാടില്ല എന്നതാണ്. അത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ടതാണ്. 7 വൻപാപങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ്. അത് ശിർക്കിന്റെ ഇണത്തിൽ എണ്ണിയതാണ്. വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ,
അള്ളാഹുവിനെ കൂടെ ഇബാദുർ റഹ്മാനിന്റെ വിശേഷണങ്ങൾ. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരാളെയും അവർ പ്രാർത്ഥിക്കുകയില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഏതെങ്കിലും ശിക്ഷാമുറകൾ നടപ്പാക്കാൻ കുഴപ്പമില്ല, അതല്ലാതെ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നാൽ അവന്റെ പ്രതിഫലം നരകമാണ്, ശാശ്വതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, തീർച്ചയായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന് അവനവനെ തന്നെ ദ്രോഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതും പാടില്ല എന്നതാണ്. ഒരു മനുഷ്യന്റെ സ്വന്തം കൈ മുറിക്കാൻ പാടില്ല. രോഗം വന്ന് ചികിത്സയല്ല ഞാൻ പറയാം. ഒരു മനുഷ്യന് കൈ മുറിക്കുക, കണ്ണ് കുത്തി പരിക്കേൽപ്പിക്കുക, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പുറത്തടിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഇസ്ലാം വിരോധിച്ചു. ഒരു മനുഷ്യനെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അത് ഇബാദത്തിനാണെങ്കിൽ പോലും. നബി ഒരിക്കൽ പള്ളിക്ക് ചെന്നപ്പോ കുറെ കയറ് തൂക്കിയിട്ടത് കണ്ടു. ഇവിടെ ഭാര്യമാരോട് ചോദിച്ചു, എന്താ പുതിയ കയറ് കുറച്ച് തൂക്കിയിട്ടിട്ടുള്ളത്? അത് ഞങ്ങള് നിസ്കരിക്കാൻ നിൽക്കും, അപ്പൊ കുഴങ്ങുമ്പോ അയിമ പിടിച്ച് നിസ്കരിക്കാനാണ്. കുഴങ്ങുമ്പോഴേ നല്ല നമ്മളൊക്കെ ആണെങ്കിൽ വല്ലാത്തൊരു നിസ്കാരക്കാര് എന്ന് ആലോചിക്കുക. നബി തിരുത്തി, ഉറക്കം വരുമ്പോ പോയി ഉറങ്ങുക, പറഞ്ഞു കൊടുക്കാണ്. ഉറക്കം വരുമ്പോ പോയിട്ട് ഉറങ്ങുക. നിസ്കരിക്കാനൊക്കെ തോന്നുമ്പോ നല്ല മൂടുണ്ടെങ്കിൽ നിസ്കരിക്കുക, അങ്ങനെ പറഞ്ഞു. അല്ലാതെ വളരെ നല്ല കാര്യം എന്നല്ല, നല്ല മൂഡ് വരുമ്പോ നിസ്കരിച്ചാൽ മതി. ഉറക്കം തൂങ്ങിയോണ്ട് ഇങ്ങനെ ചെയ്യേണ്ട പരിപാടി അല്ല നിസ്കാരം. ഉറക്കം വരുമ്പോ ഉറങ്ങിക്കോളി, കയറിന്റെ ഒന്നും ആവശ്യമില്ല, കയറൊക്കെ അയച്ചിട്ടു. വെയിലത്ത്, ഞാൻ നേർച്ചയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെയിലത്ത് ഹജ്ജിന് പോകാൻ നേർച്ച വെക്കിയവനോട് തണല് വന്നിരിക്കാൻ പറഞ്ഞു, പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, മുടക്കിയിട്ടുണ്ട്. അപ്പൊ ഇബാദത്തിന്റെ പേരിൽ പോലും സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഒരു മനുഷ്യനെ ഒന്നാകെ അങ്ങോട്ട് കൊല്ലുകയാണെങ്കിലോ, ഒരു മനുഷ്യൻ സ്വയം അവനെ തന്നെ നശിപ്പിക്കുകയാണ് എങ്കിലോ, അതിനാണ് നമ്മൾ ആത്മഹത്യ എന്ന് പറയുന്നത്. സൂയിസൈഡ് എന്ന് ഇംഗ്ലീഷിലും ആത്മഹത്യ എന്ന് മലയാളത്തിലും അൽ ഇന്തിഹാർ എന്ന അറബിയിലും പറയുന്ന ഇന്ന് വ്യാപകമായിട്ടുള്ള ഒരു സംഗതി. വ്യാപകമായി എന്ന് മാത്രമല്ല, ലോകത്ത് ഒരു ദിനം തന്നെ അതിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും. ഞാനത് റബീഉൽ അവ്വൽ മാസത്തിന്റെ ഇടയിൽപ്പെട്ടത് കൊണ്ട് പ്രവാചകനെ പറ്റി 2-3 കാര്യങ്ങൾ പറയണല്ലോ റബീഉൽ അവ്വൽ മാസത്തിൽ എന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത്. സെപ്റ്റംബർ 10 ഇപ്പൊ കഴിഞ്ഞ ഈ മാസത്തെ 10-ാം തീയതി. അത് വേൾഡ് സൂയിസൈഡ് പ്രിവെന്റ് ഡേ ആണ്. ലോകത്തില് സൂയിസൈഡിനെതിരായിട്ടൊരു ദിനം പോലും കണ്ടെത്തിയിട്ടുണ്ട്. അന്ന് പത്രത്തില് കുറെ ഫീച്ചറുകളൊക്കെ എഴുതിയിരുന്നു, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. നോക്കൂ, ഒരു അന്താരാഷ്ട്ര ദിനം തന്നെ, അല്ലെങ്കിൽ ഒരു ലോക, ഒരു വേൾഡ് ഡേ തന്നെ ആചരിക്കണമെങ്കിൽ, ലോക അറബി ഭാഷാ ദിനമുണ്ട്. ഇന്ന് ലോക വൃദ്ധ ദിനമാണ്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം. ഇന്ന് ലോക വൃദ്ധ ദിനമാണ്. വൃദ്ധരെ സംരക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് ലോക വൃദ്ധ ദിനം. അങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട്. എയ്ഡ്സ് ദിനം, പുകവലി വിരുദ്ധ ദിനം, മയക്കുമരുന്ന് ദിനം, എല്ലാം ദിനങ്ങളും ആ കൂട്ടത്തിൽ ആചരിക്കേണ്ട ഒരു ദിനമായിട്ട് വന്നു എങ്കിൽ ഇതിന്റെ ഗൗരവം എത്രയാണ്? കുറച്ചൊക്കെ ഈ ദിനത്തില് ലോകത്ത് നടക്കുന്ന ആത്മഹത്യകളെ പറ്റി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആദ്യം കുറച്ചു മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചത്, ലോകത്ത് 40 സെക്കൻഡിൽ ഒരു ആത്മഹത്യ നടക്കുന്നു എന്നതാണ്. 40 സെക്കൻഡിൽ ഒരു ആത്മഹത്യ. 40 മിനിറ്റ് അല്ല, 40 സെക്കൻഡ്. പറയുമ്പോഴേക്ക് 40 സെക്കൻഡ് കഴിഞ്ഞു. ഈ പുതിയ ദിനത്തില് പത്രങ്ങളിലൊക്കെ എഴുതിയത് WHO കണക്ക് പ്രകാരം 1 മിനിറ്റിൽ 1000 ആത്മഹത്യ നടക്കുന്നു എന്നതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. പുതിയ ഈ സെപ്റ്റംബർ 10 നിയമമാണ്. 1 മിനിറ്റിൽ, 1 മണിക്കൂറിലല്ല, 1 മിനിറ്റിൽ ലോകത്ത് അച്ചടിച്ചു വിട്ടതാണ്. എല്ലാവർക്കും വായിക്കാൻ കിട്ടും പത്രത്തിൽ നോക്കിയാൽ. സെപ്റ്റംബർ 10 വാർത്ത.
ഒരു മിനിറ്റിൽ പത്രക്കാർക്ക് തെറ്റിയതാവാൻ സാധ്യതയില്ല എന്നാണ് അതിന്റെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ആയിരക്കണക്കിനാണ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. വളരെ ഗൗരവമുള്ള വിഷയമാണ് ആത്മഹത്യ. നിസ്സാര കാര്യത്തിന് പല രൂപങ്ങളും സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിലക്കിയിട്ടുണ്ട്. പ്രവാചകന്റെ ഹദീസിലുണ്ട്, ഒരു അടിമ ആത്മഹത്യ ചെയ്ത് റബ്ബിന്റെ അടുത്തേക്ക് എത്തി. റബ്ബ് പറഞ്ഞു, ബദറനി അബ്ദി വ ഇന്നി ഹറംതു ലഹുൽ ജന്ന. എന്റെ അടിമ എന്നിലേക്ക് വരാൻ ധൃതി കാണിച്ചു, അതുകൊണ്ട് ഞാൻ അവന് സ്വർഗം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ആത്മഹത്യ ഇസ്ലാമികമായി ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. എന്ത് തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഖുർആൻ നിരാശനാകാൻ നമ്മെ പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ലഭിച്ച പ്രവാചകന്മാരെ പറ്റി ഖുർആൻ പറയുന്നത് കഥ പറഞ്ഞു തരാനല്ല, പാഠം ഉൾക്കൊള്ളാനാണ്. യാക്കൂബ് നബി 3 മക്കൾ നഷ്ടപ്പെട്ടു. ഒന്ന് ചെറുപ്പത്തിൽ യൂസുഫ് നബി പോയി. ഒരു പുത്രൻ, ഒരു അരക്കുട്ടി നഷ്ടപ്പെട്ടുള്ള പ്രശ്നം എന്തേക്കാണ്? അരക്കുട്ടി ഞാൻ പറയുന്നത് സുഖമില്ലാത്ത ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടി നഷ്ടപ്പെട്ടാൽ നമ്മുടെ ദുഃഖം എത്രയായിരിക്കും? ഒരു കുട്ടി അങ്ങനെ പോയി. മറ്റൊരു കുട്ടി യൂസുഫ് നബി പിടിച്ചു വെച്ചിട്ട് അവിടെ ഇരുന്നു. മറ്റൊരു കുട്ടി തെരഞ്ഞു പോയിട്ട് തിരിച്ചു വരാതിരുന്നു. 3 ആളും നഷ്ടപ്പെട്ടപ്പോഴും യാക്കൂബ് നബി പറഞ്ഞത്, യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി വലാ തയഅസു മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങൾ അന്വേഷിക്കുക, യൂസുഫിനെയും സഹോദരനെയും കണ്ടെത്തും, നിരാശപ്പെടരുത്. നമുക്ക് ഒരു വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. ആത്മഹത്യ ചുരുങ്ങാനായാലും വരെ എന്താ വേണ്ടത്? നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം റബ്ബിന്റെ കാരുണ്യത്തിൽ നിന്ന്, ആശ്വാസത്തിൽ നിന്ന് നിരാശപ്പെടുക കാഫിറുകളുടെ സ്വഭാവമാണ്. ഈമാനുള്ളവർക്ക് അത് പറ്റില്ല എന്നതാണ്. ഈമാനുള്ളവർ ചെയ്യാൻ പാടില്ല. ഖദറിൽ വിശ്വസിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ല. ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി. അല്ലാഹ് നമുക്ക് ഒരു ഖദർ വെച്ചിട്ടുണ്ടാവും. അത് ഖൈറാവട്ടെ ഷർറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച അള്ളാഹ് ഖദർ എളുപ്പമാക്കി കൊടുക്കുന്നത്. ഞാൻ സ്വയം മരിക്കാൻ ഞാനാണ് തീരുമാനിച്ചാൽ അതിനുള്ള സൗകര്യം കൊണ്ട് ഒരുക്കി തരുന്ന. മറിച്ച് ഞാൻ വേണ്ടത് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അള്ളാഹിന്റെ ആശ്വാസം കണ്ടെത്താൻ നമ്മൾ ജീവിക്കുക എന്നതാണ്. മരിക്കാനല്ല പണി, ജീവിക്കാനാണ്. അതുകൊണ്ട് നിരാശപ്പെടണ്ട. അയ്യൂബ് നബി അലൈഹിസ്സലാം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. രോഗബാധിതനായി ഒരുപാട് പ്രയാസം അനുഭവിച്ചപ്പോഴും അല്ലാഹുവേ നീ കാരുണ്യവാനാണ്, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, കരുണ ചെയ്യണേ. മാറി. അതൊക്കെ മാറിയ ചരിത്രം ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വയം തെറ്റുകൾ ചെയ്ത് മുഴുകിയ മനുഷ്യ, അല്ലാഹുവിന്റെ അടിമകൾ, നിങ്ങൾ തെറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. പാപങ്ങളാണോ അല്ലാഹ് മുഴുവൻ പുറത്തു തരും. ആലോചിച്ച് നോക്കി, നിങ്ങൾ ദുനിയാവില് പുത്ര ദുഃഖമാണെങ്കിൽ അല്ലാഹു ഏറ്റെടുക്കും, സഹോദര ദുഃഖമാണെങ്കിൽ അല്ലാഹ് ഏറ്റെടുക്കും, രോഗമാണെങ്കിൽ അല്ലാഹ് ഏറ്റെടുക്കും. അതിനൊക്കെ പ്രത്യേകമായി ചിലപ്പോൾ ദുനിയാവെന്ന് ആശ്വാസം കിട്ടിയിട്ടില്ലെങ്കിലും മരണശേഷമുള്ള ശാശ്വതമായ ആശ്വാസത്തിലേക്ക് അവന് പ്രവേശിക്കാൻ കഴിയും. ഇവിടെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, മരണശേഷമുള്ള ശാശ്വത ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് തന്നെ അവൻ അതിന് ധൃതി കൂട്ടുകയാണ് എന്നതാണ് ആത്മഹത്യയുടെ പ്രശ്നം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്നയന്ന അഹദുക്കും അൽ മൗത്ത്. നിങ്ങൾ ഒരാളും മരിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല. ഞാനൊന്ന് മരിച്ചു പോയെങ്കിൽ എന്നാഗ്രഹിക്കാൻ പാടില്ല. ഒരാൾ എന്നെ വന്നൊന്ന് കൊന്നു തന്നെങ്കിൽ എന്ന് പറയാൻ പാടില്ല.
ഞാൻ ഈ വാഹനമായിട്ട് പോകുമ്പോ വാഹനം എവിടെങ്കിലും മുട്ടിയിട്ട് എന്റെ ജീവിതം പോയെങ്കിൽ എന്ന് ചിന്തിക്കാൻ പാടില്ല. അതൊരു കടുത്ത മാനസിക രോഗമാണ് എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. മരിക്കാൻ തോന്നലും വെള്ളത്തിൽ ചാടലും വാഹനമാണ് മുട്ടിയാണ് ജീവൻ പോയാൽ നന്നായിരുന്നു എന്ന് പറയലും, അല്ലെങ്കിൽ റോട്ടിൽ കൂടെ അങ്ങനെ ആ സൈഡിൽ കൂടെ നടന്നൊരു വണ്ടി വന്ന് മുട്ടി ഞാനാണ് ചത്തെങ്കിൽ എന്ന് വിചാരിക്കലൊക്കെ വലിയ തിന്മയായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. ശാസ്ത്രത്തിൽ അതിന് വലിയ പേരുകളുണ്ട്. അതൊക്കെ ആത്മഹത്യയുടെ ഒരു ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇതിന് അള്ളാഹ് പറഞ്ഞ ശിക്ഷ വലുതാണ്. ദുനിയാവിൽ അതിന് ശിക്ഷിക്കാൻ കഴിയില്ല. ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം, ഇവിടുത്തെ നിയമപ്രകാരം ആത്മഹത്യ എന്നത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ശ്രമം എന്ന് പറഞ്ഞതിൽ ഒതുക്കാനേ കഴിയൂ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പരലോകം വേണം, അതിൽ വിശ്വാസം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 ആളെ കൊന്നവനെ ഒരു പ്രാവശ്യം കൊല്ലാം, പരലോകമില്ലെങ്കിൽ അവൻ രക്ഷപ്പെടും. നമ്മുടെ മനസ്സ് പറയുന്നു അവന് പ്രതികാരം കിട്ടണം. ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവനെ പോലീസിന് പിടിക്കാം, അറസ്റ്റ് ചെയ്യാം. അവന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് വിധി എഴുതാം, FIR എഴുതാം, അവനെ ശിക്ഷിക്കാം. പക്ഷെ തൂങ്ങിക്കഴിഞ്ഞിട്ടാ കണ്ടത് വെച്ചാലോ മരത്തിന്റെ മുകളിൽ ഓൻ കഴിച്ചിലായി. അപ്പൊ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ രക്ഷപ്പെടുകയും, ഇതാണ് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നം. ദുനിയാവിൽ ഉണ്ടാക്കുന്ന നിയമമൊക്കെ അങ്ങനെയാണ്. ഏറ്റവും വലിയ തെറ്റ് ചെയ്തവൻ രക്ഷപ്പെടുകയും എന്നാൽ ആ തെറ്റിന് ശ്രമിച്ചവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ ദുനിയാവിലെ ഒരു കാര്യം എടുത്തു നോക്കി. പക്ഷേ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. മൻ തറദ്ദാ മിൻ ജബലിൻ, ഒരു മനുഷ്യൻ, ആത്മഹത്യയുടെ രൂപങ്ങളെ പറയുന്നു, ഒന്നും അനുകരിക്കാനുള്ളതല്ല. ഒരു മേലെന്ന്, ഒരു മലയുടെ മുകളിൽ ഒരാൾ വീണ് മരിച്ചാൽ, അല്ലെങ്കിൽ കിണറ്റ് ചാടി എന്ന് വെച്ചോളി, അങ്ങനെ മരിച്ചാൽ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവൻ ചാടിക്കൊണ്ടിരിക്കും എന്ന്. ഏത് രൂപത്തിലാണോ അവൻ ആത്മഹത്യ ചെയ്തത് എങ്കിൽ അതേ പണി നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കും, നരകം തന്നെ വലിയ ശിക്ഷ ഉള്ളതാണ്. അതിൽ ശാശ്വതൻ, ഖാലിദൻ മുഖല്ലദൻ. ഒരു കാര്യം കൂടി പറയട്ടെ, ശാശ്വതരാണ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തവൻ കാഫിറാണ് എന്നർത്ഥമല്ല. ഇപ്പൊ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ജീവൻ കഴിയോളം എന്നാണ് അർത്ഥം. അങ്ങനെയല്ലല്ലോ, അതിനൊരു നിർണിത പരിമിതി ഉണ്ട്. ഒരുപാട് കാലം അവനെ ശിക്ഷിക്കും എന്ന രൂപത്തിലാണ്. അങ്ങനെയാണ് ഹദീസിനെ പണ്ഡിതന്മാരൊക്കെ വ്യാഖ്യാനിച്ചത്. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം, മുഅ്തസിലി വിശ്വാസപ്രകാരം അവൻ നരകത്തിൽ ശാശ്വതരാണ്. അത് അവരുടെ മൊത്തം വിശ്വാസം അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ, കള്ളു കുടിച്ചു എന്ന് വിചാരിച്ചോളി, അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്ന് വിചാരിച്ചോളി, അവര് കാലാകാലം നരകത്തിലായിരിക്കും എന്നത് മുഅ്തസിലി സിദ്ധാന്തമാണ്, വിശ്വാസം. നബിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അത്രയും കാലം അവൻ നരകത്തിലായിരിക്കും. അവനെ കാഫിറാണ് എന്ന അഭിപ്രായം. അവനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നിസ്കരിക്കണം, ഒക്കെ ചെയ്യണം, നമ്മുടെ ബാധ്യത. കാഫിറാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചതാണ്. ഞാൻ പറയാം. അപ്പൊ ഒരാൾ അങ്ങനെ, മറ്റു രൂപം ഒരാള് വിഷം കഴിച്ചു മരിക്കാൻ വേണ്ടി, പരലോകത്ത് ചെന്നാൽ ആ കുടിച്ച കുപ്പി അവന്റെ കയ്യിലുണ്ടാകും. അവൻ അതിനെങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ആ മരിക്കണത് വരെ കുറച്ച് അനുഭവിക്കണല്ലോ. അത് നരകത്തിന്റെ ശിക്ഷയുടെ പുറമെ അവൻ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കും. ഒരു ഇരുമ്പിന്റെ കഷ്ണം ഒരാളെടുത്തു, ഒരു ഇരുമ്പിന്റെ കഷ്ണം ഒരാളെടുത്തിട്ട് ശരീരത്തിൽ വയറിൽ കുത്തി മുറിവേൽപ്പിച്ചു. അങ്ങനെ മരിച്ചുപോയാൽ ഈ ഇരുമ്പിൻ കഷ്ണം അല്ലാഹു തആല അവന്റെ കയ്യിൽ കൊടുക്കും. അവൻ വയറ് കുത്തി കീറിക്കൊണ്ടേയിരിക്കും. ഇതാണ് ആത്മഹത്യക്കുള്ള ശിക്ഷ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത്. അത് പരലോകത്തെ നടക്കും. ആലോചിച്ച് നോക്കൂ, ആത്മഹത്യ ചെയ്താൽ
നരകത്തിൽ ശാശ്വതരാണ്. അതുകൊണ്ട് ലാ യതമന്നയന്ന അഹദുകും അൽ മൗത്ത്, നിങ്ങൾ ആരും മരണത്തെ സ്വയം ആഗ്രഹിക്കാനേ പാടില്ല. ആത്മഹത്യ മാത്രമല്ല, മരിക്കട്ടെ, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി വഇൻകാന ലാ ബുദ്ദ മിൻഹാ, ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ല. പല രൂപത്തിലും മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും. ഫാമിലി പ്രശ്നങ്ങൾ, നമ്മളൊക്കെ ഇപ്പോൾ ഫാമിലി മീറ്റുകളൊക്കെ സംഘടിപ്പിക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചത് ഈ കുടുംബത്തിൽ നടക്കുന്ന ആത്മഹത്യ. എത്രയാണ് നടക്കുന്നത്? നേതാക്കന്മാര് ഇന്നലെ ഒരു ചർച്ച, എന്താ അന്തിച്ചർച്ച എന്നൊക്കെ പറഞ്ഞ ചർച്ച ഇന്നലെ ന്യൂസ് കേട്ടപ്പോ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട 4-5 ആളുകൾ ആത്മഹത്യ ചെയ്തതിനെ പറ്റിയിട്ടാണ് ചോദ്യോത്തരം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇതിലെല്ലാരും ഉണ്ട്. മന്ദബുദ്ധികൾ ഉൾപ്പെടെ തുടങ്ങിയിട്ട് തീവ്ര ബുദ്ധിയുള്ള ആളുകൾ വരെ ആത്മഹത്യയിൽ മുന്നിലാണ്. അതില് വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ നഴ്സുമാരുണ്ട്, ഡ്രൈവർമാരുണ്ട്, എല്ലാം ഉണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവുമ്പോ വലിയ ലോണ് പെരക്കെ കയറ്റും. ബാങ്ക് ഇഷ്ടം പോലെ ലോണ് തരും. ഒരു സമാധാനം വേണ്ടേ പെരെ കടന്നുറങ്ങാൻ? ആത്മഹത്യ ചെയ്തവരുടെ വീടുകളൊക്കെ സന്ദർശിച്ചാൽ ഒന്നിനൊരു കുറവുണ്ടാവില്ല. വലിയ വീടുണ്ടാവും, അപ്പോൾ പിന്നെ കേൾക്കുക വീടൊക്കെ ലോണിലായിരുന്നു, അല്ലെങ്കിൽ ബാങ്കിലെ ജപ്തി വരും, അല്ലെങ്കിൽ കടം പെരുകും, മറ്റൊരു രൂപത്തിൽ കടം പെരുകും. ശ്രദ്ധിക്കാതെ ജീവിച്ചിട്ട് കടം പെരുകും. അല്ലെങ്കിൽ പെണ്ണ് പ്രശ്നങ്ങൾ, കാമുകന്മാരുടെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ജീവിത നൈരാശ്യം, അല്ലെങ്കിൽ മാരകമായ രോഗം വന്നാൽ എങ്ങനെയെങ്കിലും മരിച്ചു പോകണം. ദയാവധം, ചില രാജ്യങ്ങളിൽ അത് നിയമമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളും അതിന് ശ്രമിക്കുന്നുണ്ട്. ചില ആൾക്കാർ ദയാവധം, മരിച്ചു പോകാത്തവരെ കൊല്ല, ഒന്നും പാടില്ല. മരിക്കാം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. മരിക്കേണ്ട ടൈമായാൽ നമ്മൾ മരിച്ചോളും. മരണം ഇങ്ങോട്ട് വരും, നമ്മൾ തേടി അങ്ങോട്ട് പോണ്ട. ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ എത്ര ഓടി അകലാൻ ശ്രമിച്ചാലും മരണം നിങ്ങളെ കണ്ടുമുട്ടും. അപ്പൊ മരിക്കാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സമയമായാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാക്കി വെക്കാതെ അള്ളാഹ് മരിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുക, ജീവിക്കാൻ ആഗ്രഹിക്കുക. ഏത് പ്രതിസന്ധികൾ, അതല്ലേ ജീവിതത്തിന്റെ മനോഹാരിത. എന്നും ഒരേപോലെ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എന്ത് സുഖം ഉണ്ടാകുക? നിങ്ങൾ വിചാരിക്കണ്ടോ അത് വലിയ സുഖമാവുന്നത്? എന്നും ഒരേപോലെയാണ് നമ്മുടെ ജീവിതം. അതിങ്ങനെ ഒരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ല. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ദിവസങ്ങൾ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല ആശ്വാസം ഉണ്ടാവും, ചിലപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ നല്ല സുഖം ഉണ്ടാവും, നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ദുഃഖം ഉണ്ടാകും, രോഗം ഉണ്ടാകും, മരണം ഉണ്ടാകും. അതുകൊണ്ട് വഇൻ കാന ലാ ബുദ്ദ മിൻഹാ, ഇനി ഒരാൾക്ക് മരിച്ചേ പറ്റൂ. അപ്പോഴും നമ്മളോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പറയണം അല്ലാഹുമ്മ അഹീനി, അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കണം. അള്ളാഹിന്റെ റൂഹാണ്. നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. മറിച്ച് അല്ലാഹുമ്മ അഹീനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ, അല്ലാഹുവേ എന്റെ ജീവിതം എനിക്ക് ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം. വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ, അതല്ല പടച്ചോനെ, ഞാൻ മരിക്കലാണ് എനിക്ക് ഖൈർ എങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനാ പറഞ്ഞിട്ടുണ്ട്. മരണമാണ് എനിക്ക് ഖൈർ എന്ന് പടച്ചോനെ നീ തീരുമാനിക്കുന്നുവെങ്കിൽ നമ്മളെപ്പോഴും തീരുമാനിക്കേണ്ട ജീവിതമാണ്. അത് ഹജ്ജിന് പോയാലും ചില മനുഷ്യന്മാരൊക്കെ അജയന്മാരൊക്കെ വന്ന് പറയലുണ്ട്, ആ മക്കത്തുനിന്നൊന്നും മരിക്കാൻ വേണ്ടി ദ്വാരക്കൊണ്ടു എന്നൊക്കെ പറയും. വല്ല വിചാരം മക്കത്ത് പോയി മരിച്ചാൽ കൂലിട്ടുന്നു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. മക്കത്തേക്ക് പോകുമ്പോ മക്കത്തുനിന്ന് തിരിച്ചു വരണം എന്നാണ്ടാ പോവുക, മരിക്കാനാണ്ട് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാക്കാനത്തിൽ ഹയാത്തു ഖൈർ, എനിക്ക് ജീവിതമാണ് ഖൈർ എങ്കിൽ
എന്നെ ജീവിക്കണം എന്ന് പറയാനേ പറ്റും. ഒരു കാരണവശാലും മരണത്തെക്കുറിച്ച് ആലോചിക്കുകയോ അനന്തത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി ആലോചിച്ചു നോക്കൂ. ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവൻ മാത്രമല്ല, ഒരു ചർച്ച ഉണ്ടായിരുന്നു, സൂയിസൈഡ്. അതെന്താണ്? അത് പെർമനന്റ്ലി സൊല്യൂഷൻ ഫോർ ടെമ്പററി പ്രോബ്ലംസ് ഒരു ചർച്ചയാണ്. നിങ്ങൾ ഇന്റർനെറ്റ് നോക്കിയാൽ കാണാം. താൽക്കാലികമായി ഉണ്ടാകുന്ന ടെമ്പററി പ്രോബ്ലംസിന്, താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു പെർമനന്റ്ലി സൊല്യൂഷൻ, അതൊരു ശാശ്വത പരിഹാരമാണോ എന്നത് ലോകം ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആത്മഹത്യയെ കുറിച്ച് എല്ലാവരും ഇപ്പൊ വാചാരരാകാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഞാനൊന്ന് മരിച്ചെങ്കിൽ എന്നൊരു ഉമ്മ വാപ്പിയും പുതിയ പുതിയാപ്പിളി അല്ലെങ്കിൽ വാപ്പിയമ്മയും തല്ലുകൂടുമ്പോ പറയാൻ പാടില്ല. അത് കേട്ട് കുട്ടികൾ പറയും. 19 വയസ്സുള്ള ടീനേജ് പ്രായമുള്ള കുട്ടികൾ മരണകാരണം പറയുന്നത് ഒന്നാമത്തത് വാഹനാപകടമാണ്. ഏറ്റവും കൂടുതൽ മരിക്കുന്നത്, പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് വാഹനാപകടങ്ങളിലാണ്, ചെറുപ്പക്കാർ പ്രത്യേകിച്ചു. രണ്ടാമത് കൊലപാതകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകം. ഇതൊക്കെ നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചാൽ കിട്ടും. ഇതൊക്കെ പിന്നെ നമുക്കറിയാം, മയക്കുമരുന്ന്, MDMA അടിമപ്പെട്ടു. മൂന്നാമത് ആത്മഹത്യയാണ്. മൂന്നാമത് കേരളം ആത്മഹത്യയിൽ 4ാം സ്ഥാനത്താണ്. ഒറ്റ പരിഹാരമാണ്, ആത്മഹത്യ ചെയ്യുന്നവരുടെ കൈ പിടിച്ച് അവരെ രക്ഷപ്പെടുത്തും. ഞാൻ കഴിഞ്ഞ ആഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം നിർവഹിക്കാൻ പ്രവാചകന് പ്രയാസമായപ്പോ പ്രവാചകന്റെ മനസ്സിൽ പോലും ഉണ്ടായ ഒരു ചിന്ത, ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചെങ്കിൽ എന്നതായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ മോശമായിട്ട് എടുക്കണ്ട, അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അത് നമുക്കൊരു പോസിറ്റീവാണ്. കാരണം ആ ഒരു ചിന്തയെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാനാണ് അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. നബി അങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. നിനക്ക് പിറകെ നിങ്ങളൊന്നും ഇതുകൊണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു നീ നിങ്ങളുടെ ശരീരത്തിനെ തന്നെ അപകടത്തിൽപ്പെടുത്തുമായിരുന്നു എന്നതാണ്. അതുകൊണ്ട് പാടില്ല, ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, അവനെ പിന്തിരിപ്പിക്കണം. ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത തോന്നുന്നുവെങ്കിൽ അവന്റെ കൈ പിടിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത്, അങ്ങനെ ഒരാൾ ഇങ്ങനെ ആത്മഹത്യനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ശ്രദ്ധിക്കണം. ഡിപ്രഷൻ അതൊരു കാരണമാണ്. ഇക്തിആബ്, ഡിപ്രഷൻ മരണത്തിനൊരു കാരണമാണ്. മിണ്ടാതെ നിൽക്കുകയാണെങ്കിൽ, ആരോടും മിണ്ടുന്നില്ല, അതാണ് ഡിപ്രഷൻ. ഒന്നും ചോദിച്ചാൽ മറുപടി, ഞാൻ ജീവിതം മടുത്തു എന്ന് ആരോടും പറയാം. ഉടൻ ഒരാളോട് കാര്യങ്ങളൊക്കെ പറയാൻ സൗകര്യപ്പെടുത്തി കൊടുക്കും. പാപ്പാര് ചോദിച്ചറിയണം, ഉമ്മാര് ചോദിച്ചറിയണം. ആരും ചോദിച്ചിട്ട് പറയണില്ലെങ്കിൽ പരസ്പരം ഭാര്യാഭർത്താക്കന്മാർ ചോദിച്ചറിയണം. ആരും ചോദിച്ച് പറയണില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറെ കാണിച്ചിട്ട് അവന് പറയാനുള്ളതൊക്കെ ഒന്ന് തുറന്ന് കേൾക്കാൻ അവസരം കൊടുക്കണമെന്ന്. ഇല്ലെങ്കിൽ അവർ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർ ചെയ്തിരിക്കും എന്നാണ് പുതിയ കണ്ടെത്തലുകളെ ഞാൻ വായിച്ചു കൊടുത്തത്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം പടച്ചോനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. പടച്ചോന്റെ കലാകഥനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക. എനിക്കറിയോ, പണ്ടത്തെ ഒരു കണക്ക്, ലോകത്തിൽ ആത്മഹത്യ കുറവ് കേരളത്തിലാണ്. ഇന്നിപ്പോ 4ാം സ്ഥാനത്താണ്. ആത്മഹത്യ കുറവ് കേരളത്തിലായി. കേരളത്തിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ലയില് മുസ്ലിങ്ങൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിൽ ആത്മഹത്യ കുറവായിരുന്നു എന്നാണ്. ഇത് മനഃശാസ്ത്രജ്ഞന്മാർ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകൾ, ഇന്നതൊക്കെ ഉണ്ട് കേട്ടോ. മറ്റൊന്ന് സ്പിരിച്വൽ ആയിട്ട്, ആത്മീയമായിട്ട്, അത് മതം വേണമെന്നില്ല, ആത്മീയത ഉള്ള ആളുകൾ, ഏതെങ്കിലും സ്വാമികളോ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ മനസ്സ് കേന്ദ്രീകരിച്ച് അവരൊക്കെ ആത്മഹത്യ എന്ന് പിന്മാറുന്നുണ്ട് എന്നാണ്.
അല്ലെങ്കിൽ ഒരു മതവിശ്വാസി, കൃത്യമായ ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസി, അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരു സംശയമില്ല മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിങ്ങളിൽ തന്നെ കുറവ് നമ്മെ പോലെ മലയാള ഖുതുബയൊക്കെ കേട്ടുള്ള ആദർശം മനസ്സിലാക്കിയ ആളുകൾക്കിടയിലായിരുന്നു. അതിനൊക്കെ ഈ കാലഘട്ടത്തിൽ ഭംഗം വരുന്നുണ്ട്. നല്ല കുടുംബങ്ങളിൽ, പുറത്തേക്ക് നോക്കിയ ഒരു കേടുമില്ലാത്ത കുടുംബങ്ങളിൽ വരെ ആത്മഹത്യ നടക്കണം. ഞാനൊരു കണക്ക് നോക്കി, ചാറ്റ് GPT ഒന്ന് അടിച്ചു നോക്കിയതാണ്. 2025 ആത്മഹത്യയുടെ കണക്ക്, എത്ര ആള് കേരളത്തിൽ ആത്മഹത്യ ചെയ്തു, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു നോക്കാം. അപ്പൊ പറഞ്ഞു 2025 ഇതുവരെ റിപ്പോർട്ടായിട്ടില്ല. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഒരു ക്രൈം റെക്കോർഡ് അനുസരിച്ച് 2024 കേരളത്തിൽ 10,385 ആളുകൾ, 10,385 ഫിഗറ പറഞ്ഞേ, സർക്കാർ കണക്കിൽ 10,865 പേര് മരിച്ചു എന്നാണ് 2024 കേരളത്തില് റിപ്പോർട്ടായി. 25 കണക്കാക്കാൻ നിൽക്കുന്നുള്ളൂ, 24 മരിച്ചവരായി പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ നടിച്ചു, ഗസൽ എത്ര ആള് മരിച്ചു ആത്മഹത്യ. അപ്പോ 2024 മരിച്ചത് 25 എണ്ണം മാത്രമാണ്. 25 ആണ്. 25ഉം 10,865 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഈ 10,865 8,000 പുരുഷന്മാരാണ്. അതിനി ബോധം വേണം, പടച്ചോനെ കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ്. അവർക്കൊക്കെ കൂടെ തൂങ്ങി മരിച്ചാൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മരിച്ചാൽ പോയി. എത്ര പ്രയാസത്തിലാണ് ഇന്ന് ഗസയ്ക്കുള്ളത്. നമ്മളൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, വേറെ നിവൃത്തിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവരുടെ ആ മുസ്ലിങ്ങൾ, അവരുടെ ഈമാൻ, അവരുടെ മനസ്സ് പല രംഗത്തും അവർ തെളിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടില്ല? ഈ വിശ്വാസം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചില ബോധങ്ങൾ കൊടുക്കണം. ഇപ്പോഴൊക്കെ പേടിയാണ്, അധ്യാപകൻ തച്ചാൽ കുട്ടി പോയി ആത്മഹത്യ. ഈ അടുത്ത് നടന്നൊരു മരണം, മൊബൈൽ ഫോൺ രാവിലെ ചോദിച്ചപ്പോ പാപ്പാന്റെ അടുത്ത് കാശില്ല, വൈകുന്നേരം റീചാർജ് ചെയ്ത് തരാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പോയി മരിച്ചത്. അങ്ങനെ മരിച്ചാൽ പണ്ഡിതന്മാർ പറയുന്നത്, നബിന്റെ അടുത്തൊരു മയ്യത്ത് കൊണ്ടുവന്നു, ആത്മഹത്യ ചെയ്ത നബി പറഞ്ഞു, ഞാൻ നിസ്കരിക്കൂല, നർത്തങ്ങൾക്ക് നിസ്കരിക്കാൻ ഞാനില്ല. പണ്ഡിതന്മാർ പറയുന്നത്, കാര്യപ്പെട്ട ആളുകൾ, സമൂഹത്തിലെ നേതാക്കന്മാര്, ഇമാം, ഖത്തീബ്, ഇവരൊക്കെ ഇന്ന് മാറി നിൽക്കുക. ഓന്റെ വേറെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഓനെ കുളിപ്പിക്കും, കഫൻ ചെയ്യൊക്കെ വേണമെന്നാണ്. അതാണ് ഇതിന്റെ മസാല. ഒരാൾ ആത്മഹത്യ ചെയ്താൽ കാഫിറൊന്നല്ല, പക്ഷെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ മയ്യത്തസ്കാരത്തിന് വിട്ടു നിൽക്കണം. അത് ആ ആത്മഹത്യയോടുള്ള ഒരു സമീപനം. അപ്പൊ ഞാൻ മരിച്ച ഇമാമൊന്നും കൂടൂലല്ലോ, അവരൊന്നും ഇമാമും ഖത്തീബൊന്നും കൂടൂല, പള്ളിക്കല കാവയും മൊയിലറൊന്നും കൂടൂല എന്നുള്ള നിലക്ക് അതിന് കുറച്ച് പിന്മാറാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ ആശ്വസിക്കും. കുട്ടികളൊക്കെ ഇടക്കൊക്കെ ഓരോന്ന് ചീത്ത പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാം, അധ്യാപകനായി എനിക്കറിയാം, ഒരു കുട്ടിയെന്ന് മുഖത്തേക്കൊന്നും നോക്കാൻ പറ്റില്ല. അപ്പൊ കണ്ണൂർച്ചു നോക്കി, തല്ലാൻ കയ്യോങ്ങിയ തച്ചു, വഴക്ക് പറഞ്ഞാൽ മാനസികമായി മുറിവേൽപ്പിച്ചു. അതിന് കുറേ സംഘടനകളും കാര്യങ്ങളൊക്കെ അതിനുണ്ട്. ഒന്നിനും പറ്റാത്ത ഈ കുട്ടികളെ, ഒരു കുട്ടികളാണെങ്കിൽ എന്തിനൊക്കെ കഴിയണ്ടേ? കുട്ടി വീട്ടിൽ നിന്ന് ചീത്ത പറയാം, ഇല്ല, വീട്ടിൽ നിന്ന് എല്ലാരേക്കാളും നന്നായി നോക്കിയാണ്. ഈ കുട്ടി എങ്ങനെ തൊലാക്കല്ലിന് പോലും രണ്ടാമത്തെ ഇന്നേ വരെ ആ കുട്ടി ഒരു ചീത്ത കേട്ടിട്ടില്ല. വാപ്പ ചീത്ത, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് ജുമ കഴിഞ്ഞിട്ട് ഇന്ന് ഒത്തുബ എന്നെ ചീത്തറണ 2 ചീത്തറണെന്നല്ല അപ്പൊ ഞാൻ പറഞ്ഞത്. ഇടക്കൊക്കെ കുട്ടികളോടൊന്ന് കർക്കശമായിട്ട് സ്വഭാവങ്ങള്, ഇതൊക്കെ സമൂഹത്തിൽ സഹിക്കേണ്ടി വരും. ചില പരീക്ഷണങ്ങളും അനുഭവങ്ങളൊക്കെ കുട്ടികളൊന്ന് അറിയട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചില രംഗങ്ങൾ ഉണ്ടാവുമ്പോ സമാധാനിപ്പിച്ചിട്ടുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും റസൂലിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ. അപ്പോഴാണ് യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ വഖദ് സഅലു മൂസ അക്ബറ മിൻ ദാലിക് വഖാലു അരിനല്ലാഹ ജഹറ. ബുദ്ധിമുട്ടിക്കണ്ടല്ലേ നബി, ഇവരൊക്കെ ഓരോന്ന് ചോദിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലേ. എന്നാ ഇതിലും വലിയ, നിങ്ങൾ പേടിക്കണ്ട, ഇതിലും വലിയ ചോദ്യങ്ങൾ അള്ളാഹിനെ കാണിച്ചു തരണമെന്നവരെ അതിന്റെ മുമ്പുള്ള ആളുകൾ മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട്. അതൊരു സമാധാനം. കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവുമ്പോ സമാധാനിപ്പിക്കേണ്ട രൂപം വരെ ഖുർആൻ പറഞ്ഞു തരാണ്. അല്ലെ, കറണ്ട് പോകുമ്പോ അയലോകത്തേക്ക് നോക്കിയാൽ നമുക്കൊരു സമാധാനമാണ്. ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല, അവിടെയും പോയിട്ടുണ്ടല്ലോ എന്നറിഞ്ഞാൽ നമുക്കൊരു ചെറിയ സമാധാനം. മറ്റുള്ളവർക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നറിഞ്ഞാൽ ഒരു സമാധാനം. അപ്പൊ കുട്ടികളോടൊക്കെ കുറച്ച് ചില സമയത്തൊക്കെ ചോദിച്ചതൊക്കെ കൊടുക്കുക എന്നുള്ളതല്ല ഒരു രക്ഷിതാവിന്റെ ഉത്തരവാദിത്വം. നോ പറയേണ്ടടുത്ത് കുട്ടികളോട് നോ പറയണം. ഈ രക്ഷിതാവ് എന്നോട് പറഞ്ഞു,
മക്കൾക്ക് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ കുറച്ച് എടുത്തുവെച്ചാൽ മതിയായിരുന്നു, എന്താ ഈ പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വാപ്പാരങ്ങനെ പറയാൻ പറ്റില്ല, പിന്നെന്തിനാ വാപ്പ? ഇവൻ ആത്മഹത്യ ചെയ്യുന്ന എഴുതിയിട്ട് നോ പറയേണ്ടത് നോ പറയണ്ടേ? അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ ഇപ്പൊ അങ്ങനെയുണ്ട്. കണ്ട് നമ്മൾ പഠിച്ചിരുന്ന മാതിരിയൊന്നുമല്ല. സ്കൂളിൽ മാത്രമല്ല കോളേജുകളിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പഠിച്ചിരുന്ന പോലെ ഒന്നുമില്ല. ഒന്ന് കണ്ണുരുട്ടിയ ഒന്ന് ചീത്ത പറഞ്ഞാൽ ആ കുട്ടി പോയിട്ട് ആത്മഹത്യ ചെയ്യും. അതുകൊണ്ട് ഈമാനികമായ പരിവേഷം കുട്ടികൾക്ക് നൽകണം. ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികൾ പഠിപ്പിക്കണം. ഖുത്ബകളും പ്രസംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ കേൾക്കണം. പരലോകത്തൊരു ജീവിതമുണ്ട് എന്ന് പഠിപ്പിക്കണം. ദിക്റുകളും ദുആകളും ഒക്കെ മനസ്സിനെ മാറ്റാൻ, നല്ല കർമ്മങ്ങൾ കൊണ്ട് മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവന് നല്ല ജീവിതം ഉണ്ടാവും. കുട്ടികളെ പഠിപ്പിക്കണം. നല്ലത് ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു ചാരിതാർത്ഥ്യം ഉണ്ടാവും. അത് മനസ്സിന് ഹാപ്പിനെസ് നൽകും, സന്തോഷം നൽകും. അതുകൊണ്ട് വളരെ റാഹത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ്. ഒരു കാരണവശാലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ മരണത്തെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഈ ഒരു പ്രാർത്ഥന വളരെ അത്യാവശ്യ ഘട്ടത്തിൽ തന്നെ, അത് ചെറിയ കുട്ടികൾക്കൊപ്പം ആവശ്യമില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് പഠിപ്പിക്കണം. ഈ സൂയിസൈഡ് പടച്ച തമ്പുരാൻ ഖാലിദൻ മുഖല്ലദൻ എന്ന് പറഞ്ഞതിനെ പറ്റി മാത്രം, നരകം മാത്രമല്ല, നരകത്തിൽ ശാശ്വതമാണെന്ന് മാത്രമല്ല, ശാശ്വതമാക്കപ്പെട്ടിരിക്കുമെന്ന് ഒന്നും കൂടി എടുത്തു പറഞ്ഞ അത്രയും ഗൗരവമായ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്നതാണ് എന്ന് നമ്മുടെ കുട്ടികളെയും നമ്മുടെ നാട്ടിലുള്ള ആളുകളെയും സഹോദരന്മാരെയും ഇതിന് ശ്രമിക്കുന്നവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെ വല്ലവരും നമ്മോട് അങ്ങനെ എന്തെങ്കിലും പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുകയും വേണം. അവർക്ക് ഇസ്ലാമികമായ ബോധം നൽകുകയും ഖുർആനിലേക്കും ഹദീസിലേക്കും ദിക്റിലേക്കും ദുആയിലേക്കും അവരെ തിരിച്ചു കൊണ്ടുവരികയും അങ്ങനെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുകയും വേണമെന്ന് നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ദിക്റു പിന്നെ ഇദ്ഖാലു സുറൂരി അലാ ഖൽബി അഖീഖാന, ആത്മഹത്യയില് എത്തി നിൽക്കുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ വാക്കിട്ട് കൊടുത്താൽ അത് വലിയ സന്തോഷം ഉണ്ടാവും. അതിന് പിന്മാറാൻ ആദ്യം മതി. നിങ്ങൾക്കറിയോ, ഇസ്ലാമിക പരിഹാരമല്ലാതെ പരിഹാരമില്ല. ഡെയിൽ കാർണിഗെ, ഡെയിൽ കാർണിഗെ, അദ്ദേഹം സ്റ്റോപ്പ് വെറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വലിയ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഞാനതിന്റെ അറബി വായിച്ചിട്ടുണ്ട്. അസ്വസ്ഥത ഒഴിവാക്കുക, ടെൻഷൻ ഒഴിവാക്കുക, ജീവിക്കാൻ ശ്രമിക്കുക, അതാണ് അതിന്റെ അർത്ഥം. ആ പുസ്തകം വായിച്ച് ഒരുപാട് ആളുകൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് ഇദ്ദേഹം അവസാനം ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇതൊക്കെ ഇതേ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. ഞാൻ അതിനെപ്പറ്റി അതും അന്വേഷിച്ചു. ഇന്ന് ഗൂഗിളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് പരക്കെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. വസ്തുനിഷ്ഠമായ തെളിവൊന്നും ഗൂഗിളിന് കിട്ടിയിട്ടില്ല എന്നാണ് കിട്ടിയ വിവരം. സത്യമാവാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാ കിട്ടിയത്. എന്തായിരുന്നാലും ഇതിന് വേറെ എത്ര സൈക്കോളജി പഠിച്ചിട്ടും കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല. ദീനാണ് പഠിപ്പിച്ചു കൊടുത്താൽ, മതബോധം ഉണ്ടാക്കി കൊടുത്താൽ, അത് ശരിക്കും എഫക്ട് ചെയ്താൽ, ഞാൻ മരിക്കും, സമയമാകുമ്പോൾ മരിക്കും, മരിച്ചതിന്റെ ശേഷം അല്ല ചോദിക്കും, അല്ല വിചാരണ ചെയ്യും, ഈ ശിക്ഷയുണ്ടാകും, നരകം എനിക്ക് പേടിയാണ് എന്ന ബോധം നമ്മുടെ മക്കളിലും സഹോദരന്മാരിലും സഹോദരിമാരിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ അമീബിക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പനി, അത് അമീബയാണ് ഇതിന്റെ കാരണം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ചുറ്റുഭാഗത്തൊക്കെയുള്ള വെള്ളമൊക്കെ ക്ലോറിനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഞ്ചായത്തുമായി സമീപിച്ചാൽ, ഹെൽത്ത് സെന്ററുമായി സമീപിച്ചാൽ അവരെന്നെ അത് ചെയ്തു തരും. അതുപോലെ നമ്മുടെ പള്ളി ഹൗള് ഒക്കെ ഒതുകൊടുക്കുമ്പോൾ പരമാവധി നല്ലത് വീട്ടിൽ നിന്നൊക്കെ ഒതുകൊടുത്ത് വരികയാണ്. ഒതുകൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലൊന്നും വല്ലാതെ വെള്ളം കയറ്റേണ്ടതില്ല. സുന്നത്താണല്ലോ, അതും ശരിയാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ക്ലോറിനൈസേഷൻ നമ്മൾ പള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കണേ. ഇല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഇനി എവിടെ പോയാലും ഓതൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിൽ വെള്ളം കയറ്റുന്നത്, പരിചയമില്ലാത്ത കുളത്തിൽ ഇറങ്ങി കുളിക്കുന്നത്, അതുപോലെ തന്നെ കിണറിലെ വെള്ളത്തിലൂടെയാണ് അത് പകരുക. അത് കുറച്ച് ഡേഞ്ചറായിട്ട് നമ്മുടെ നാട്ടിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ അതുണ്ട്, പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് സർക്കാർ അതിൽ ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ വലാത്തുൽ ഖുർആൻ പറഞ്ഞില്ലേ, വലാത്തുൽ ഖൂബി ഐദീക്കും ഇല തഹ്ലീക, നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ചെന്ന് ചാടാൻ പാടില്ല. ഞാൻ ഓതിയ ആയത്തും അതാണ്, വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ
കൊല്ലരുത്. ഇങ്ങനെയൊക്കെ കൊല്ലണ നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അള്ളാഹ്ക്ക് നിങ്ങളോട് കാരുണ്യം ഉണ്ട്. എപ്പോഴും അള്ളാന്റെ കാരുണ്യം നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി ളുലുമും അക്രമവും മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കലിപ്പിച്ചുകൂട്ടി എനിക്കതൊന്നും സംഭവിക്കൂല, ഞാൻ അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോവുകയാണെങ്കിലോ സനുസ്ലിഹി നാറ, അവനെ നരകത്തിൽ അള്ളാഹു കത്തിക്കും, കരിക്കും. അത് അള്ളാഹ്ക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാ അദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ്സ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ്സ, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ്സ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.